അങ്ങനെ എയർപോർട്ടൊക്കെ കറങ്ങി കണ്ടു. അൽബേനിയയിൽ എത്തിയാൽ അത്യാവശ്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് ടാസ്ക് റെന്റേക്കാറൊന്നുമല്ല, കറൻസി എക്സ്ചേഞ്ച്. ഇവിടുത്തെ കറൻസിയാണ് ലേക്ക്. ക്ലോസ്ഡ് കറൻസി ആയതുകൊണ്ട് തന്നെ വേറെ ഒരു രാജ്യത്തും ഇത് വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. €1 100 ലേക്സ് ആണ്. എയർപോർട്ടിൽ തന്നെ അതിനുള്ള മണി എക്സ്ചേഞ്ച് സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ ചെയ്യുക. അടുത്തത് സെക്കൻഡ് ടാസ്ക്, സിം. അൽബേനിയ വന്ന വൈഫൈക്കും കോളിനും ഇവിടുത്തെ സിം തന്നെ എടുക്കണം. അതും എയർപോർട്ടിൽ തന്നെയുണ്ട്. ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്, വോഡഫോണും വണ്ണും. ഞങ്ങൾ വോഡഫോൺ ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ തിരാന ഇന്റർനാഷണൽ എയർപോർട്ടിന് പുറത്തിറങ്ങി. പൊതുവെ വെട്ടം വെളിച്ചമുള്ള രാജ്യമാണ് അൽബേനിയ എങ്കിലും ഇന്നെന്തോ മഴക്കാറ് മൂടിയിരിക്കുകയാണ്. നമുക്കിനി സിറ്റി എത്തണം. ഇവിടെ റെന്റ് കാർ ഓപ്ഷനും അവൈലബിൾ ആണ്. പക്ഷെ നമ്മള് ബസ്സാണ് ചൂസ് ചെയ്യുന്നത്. നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ തിരാന ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് തിരാനയ്ക്കോ വ്ലോറിക്കോ സെറാൻഡയ്ക്കോ ബസ് കിട്ടും. തിരാന എയർപോർട്ടിൽ നിന്ന് തിരാന സിറ്റിയിലേക്ക് 400 ലേക്കാണ് ചാർജ് വരുന്നത്. അൽബേനിയയുടെ ക്യാപിറ്റലായ തിരാന സിറ്റിയിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ഷെടാ, ഞാനിത് കേരളത്തിലാണോ വന്നിറങ്ങി എന്ന് തോന്നുന്ന ഒരു ഭൂപ്രകൃതി. %60 മുസ്ലിംസും 20% ക്രിസ്ത്യൻസും ബാക്കി 20% തനിക്ക് മതമില്ലെന്ന് പറഞ്ഞ ജനതയാണ് അൽബേനിയയിലുള്ളത്. മറ്റു യൂറോപ്യൻ കൺട്രീസ് പോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല അൽബേനിയയും. പണമല്ല വൃത്തിയുടെ ആധാരമെന്ന് അൽബേനിയ എന്ന് പറയുന്ന രാജ്യം നമ്മളെ കാണിച്ചു തരുന്നു. ആർക്കും സേഫ് ആയിട്ട് പോകാൻ പറ്റിയൊരു നാടാണിത്. അങ്ങനെ ബസ് ഇറങ്ങി ഇവിടെ ഒരാളെ തെക്കോട്ടും വടക്കോട്ടും നോയിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. നല്ല വൃത്തിയും ആംബിയൻസും ഉള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അടുത്തത് എയർബിഎൻബി. സിറ്റി സെന്ററിൽ തന്നെയാണ് ഞങ്ങൾ എയർബിഎൻബി ബുക്ക് ചെയ്തിരിക്കുന്നത്. വെറും 3200 ലേക്കിനാണ് ഈ വലിയ അപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയത്. സിറ്റി സെന്ററിലേക്ക് വെറും 2 മിനിറ്റ് നടക്കാനുള്ള ഈ അപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്കൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.